പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, പ്രേമാനന്ദൻ എന്ന ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ദൈവം ചെയ്ത വളരെ അത്ഭുതകരമായ പ്രവൃത്തികളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ, ആശാരി സമുദായത്തിൽ പരേതനായ മാരിമുത്തു ആശാരിയുടെയും ഭാര്യ കമലത്തിൻ്റെയും മൂത്ത മകനായി 1975 ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ ജനനം. എൻ്റെ ജനനം തന്നെ വളരെയേറെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു എന്ന് പറയുന്നതാണ് ഉചിതം. കാരണം പ്രസവ സമയത്ത് എൻ്റെ അമ്മ ഒരു മാറാ രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിറന്നു വീണ ഞാനും തീരെ ആരോഗ്യമില്ലാതെ ഇന്നോ നാളെയോ മരിച്ചു പോകും എന്ന് പറയാവുന്ന ഒരവസ്ഥയിലായിരുന്നു. എൻ്റെ അപ്പം തന്നെ ഞാൻ മരിച്ചു പോകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ എന്തോ ഒരു ദൈവനിശ്ചയം എന്ന വണ്ണം ഞാനും എൻ്റെ അമ്മയും മരിച്ചില്ല. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നതിന് ഏകദേശം ഒരു 2 മാസം മുമ്പാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാനിടയായത്. അക്കാലത്ത്, അതായത് 1975 ഫെബ്രുവരി 6-ാം തീയതിയാണ് ബെഥേൽ ആശ്രമം സുവിശേഷക സംഘത്തിൻ്റെ പ്രവർത്തകരായി സിസ്റ്റർ റൈച്ചൽ, സിസ്റ്റർ ലീല എം വർഗീസ്, സിസ്റ്റർ ചിന്നമ്മ വർഗീസ് എന്നീ കർത്തദാസന്മാർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നല്ലേപ്പള്ളി കേന്ദ്രമാക്കി സുവിശേഷ പ്രവർത്തനം നടത്തുവാനായിട്ട് വന്നെത്തിയത്. അങ്ങനെ അവർ സുവിശേഷം അറിയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് വരുവാനിടയായി. അവർ വന്ന് പാട്ടുകളിലൂടെയും കഥകളിലൂടെയും സുവിശേഷം അറിയിക്കുവാൻ വിളിച്ചുകൂട്ടിയ ആളുകളിൽ ഒരാളായിരുന്നു എൻ്റെ അമ്മയും. പിന്നീട് അവർ എല്ലാ ആഴ്ചകളിലും സ്ഥിരമായി വന്ന് സൺഡേ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു. ആ സൺഡേ സ്കൂൾ മുഖേനയാണ് എൻ്റെ അമ്മ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ ഇടവന്നത്. പിന്നീട് ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് തന്നെ എൻ്റെ വീട്ടിലും ഞങ്ങളുടെ അയൽ വീടുകളിലും ഒക്കെയായി നടത്തപ്പെട്ടിരുന്ന സൺഡേ സ്കൂളിലും ഞാനും ഒരു നല്ല വിദ്യാർത്ഥിയായി മാറിയിരുന്നു. പിന്നീട് എൻ്റെ താഴെയായി എനിക്കൊരു അനിയത്തിയും 2 അനുജന്മാരും കൂടി ജനിച്ചു. അനിയത്തിയുടെ പേര് പ്രേമലത, അനിയൻ്റെ പേര് പ്രേംകുമാർ, പ്രഭു എന്നിവരാണ്. എൻ്റെ അപ്പൻ കടുത്ത മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. അത് നിമിത്തം തന്നെ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ 4 മക്കളെയും വളർത്തുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത പല ജോലികൾക്കും പോകേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ 4 മക്കളെയും വളരെ നന്നായി പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ 10-ാമത്തെ വയസ്സിൽ, അതായത് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും എൻ്റെ അപ്പനോടൊപ്പം ആശാരിപ്പണിക്ക് പോകേണ്ടതായിട്ട് വന്നു. അന്ന് എനിക്ക് 10 രൂപയായിരുന്നു കൂലിയായി കിട്ടിയിരുന്നത്. ഞാൻ മകനാണെങ്കിലും എൻ്റെ അപ്പൻ എല്ലാ ദിവസവും എനിക്കുള്ള കൂലി എൻ്റെ കയ്യിൽ തരുമായിരുന്നു. അത് പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ പതിയെ പതിയെ ദൈവത്തിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നും എല്ലാം തന്നെ അകന്നു പോകുവാൻ ഇടയായി. പിന്നീട് ആ 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കാലം എൻ്റെ ജീവിതം ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ വളരെ മോശമായി പലവിധമായ ലഹരി വസ്തുക്കൾക്ക് അടിമയായി ഒരു താന്തോന്നിയായിട്ടാണ് ജീവിച്ചിരുന്നത്. നേരെമണ്ണം വീട്ടിൽ വരാതെ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലൊക്കെ ആയിരുന്നു രാത്രി കാലങ്ങളിൽ കിടന്നിരുന്നത്. ഒരു സിനിമാ ഭ്രാന്തനായി മഹാ തല്ലിപ്പൊളിയായിട്ട് തന്നെയായിരുന്നു ഞാൻ ജീവിച്ചത് എന്ന് വേണം പറയാൻ. അപ്പോഴേക്കും നല്ലേപ്പള്ളി ബെഥേൽ ആശ്രമത്തിൽ ആശ്രമം ഭാരവാഹികളുടെ ആഗ്രഹപ്രകാരവും തീരുമാനപ്രകാരവും
പാസ്റ്റർ CM സമൂവേൽ അവരുടെ സഹായത്താൽ പാസ്റ്റർ ജോയി M വർഗീസ് അവർ അവിടുത്തെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു സഭാ ശുശ്രൂഷകനായി ചാർജ് എടുക്കുകയും അവിടെ ഒരു പെന്തക്കോസ്ത് ആരാധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാകട്ടെ പിന്നീട് ആശ്രമത്തിലെ ആന്റിമാരോ ഈ പാസ്റ്ററോ എൻ്റെ വീട്ടിൽ വരുന്നത് പ്രാർത്ഥിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽപ്പെടാതെ അവരെ കണ്ട മാത്രത്തിൽ തന്നെ ഒളിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. കാരണം അവർ എന്നെ കണ്ടാൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, സുവിശേഷം പറയും, അത് പേടിച്ചിട്ട് അല്ലെങ്കിൽ വെറുത്തിട്ട് അവരിൽ നിന്ന് അകന്നു മാറിയാണ് നടന്നത്. അങ്ങനെ ഇരിക്കെ 1992 ജൂലൈ 10, 11, 12 തീയതികളിൽ നല്ലേപ്പള്ളി ബഥേൽ ആശ്രമത്തിൽ വെച്ച് ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തപ്പെട്ടു. ആ പ്രാർത്ഥനയിൽ ICPFന്റെ പ്രവർത്തകയായി അന്ന് സേവനമനുഷ്ഠിച്ചിരുന്ന സഹോദരി അന്നമ്മയായിരുന്നു ശുശ്രൂഷിക്കാനായിട്ട് വന്നിരുന്നത്. ആ ദിവസങ്ങളിലെ ആ സഹോദരിയുടെ പ്രസംഗമോ ഇനി അനുഭവ സാക്ഷ്യമോ കേട്ടിട്ടായിരിക്കാം ഒരു രാത്രിയിൽ എൻ്റെ അമ്മ എന്നെ ആ പ്രാർത്ഥനയിലേക്ക് ക്ഷണിച്ച് ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ എനിക്കതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് തർക്കിച്ച് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ ആ രാത്രിയിൽ എന്നിൽ ഉണ്ടാകുവാനുമിടയായി. ഞാൻ വീട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയ ഉടനെ എൻ്റെ കൂട്ടുകാരുമായി നേരെ ഫസ്റ്റ് ഷോ സിനിമയ്ക്കായിരുന്നു പോയിരുന്നത്. സിനിമാ തിയേറ്ററിലെത്തി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഒരു അസ്വസ്ഥതയുണ്ടായി. എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് മറയ്ക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയാതെ പതിവിലധികമായി വിസിലടിക്കാനും ലോട്ടറി കഷ്ണങ്ങൾ സ്ക്രീനിന് നേരെ വാരി എറിഞ്ഞ് ബഹളം വെക്കാനും കൈയടിക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു. കൂട്ടുകാരും അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരെ ആയി ഒഴുകുന്നുണ്ടായിരുന്നു. എനിക്കതൊട്ടും നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല. ഒടുവിൽ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് ഇടയ്ക്ക് തന്നെ ആ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് എവിടെ പോകണമെന്ന് അറിയാതെ കുറച്ചു നേരം വിഷമിച്ചു നിന്നു. എന്നാൽ ആ ഒരു നിമിഷം മുതൽ എൻ്റെ മേലുള്ള നിയന്ത്രണം മറ്റാരോ ഏറ്റെടുക്കുകയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ കാലുകൾ ആശ്രമത്തെ നോക്കി ചലിക്കുവാൻ ഇടയാകുകയും ചെയ്തു. അങ്ങനെ ആശ്രമത്തിൻ്റെ മുമ്പിലെത്തിയ ഞാൻ അകത്തു പോകണമോ വേണ്ട എന്ന് ചിന്തിച്ച് കുറച്ചു നേരം അവിടെ തന്നെ നിന്നെങ്കിലും എന്നെ നിയന്ത്രിച്ചിരുന്ന ആ ശക്തി എന്നെ മുമ്പോട്ട് തന്നെ തള്ളി ആശ്രമത്തിനകത്തേറ്റ് കയറ്റി. അങ്ങനെ ആ ഹാളിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ആരെയും ശ്രദ്ധിക്കാതെ ഞാൻ നേരെ ഏറ്റവും മുമ്പിലേക്ക് ചെന്ന് അപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അന്നമ്മ സഹോദരിയുടെ തൊട്ടു മുമ്പിലാണ് പോയിരുന്നത്. അന്ന് അന്നമ്മ സഹോദരി എന്താണ് പ്രസംഗിച്ചതെന്നോ ഏതാണ് പ്രസംഗിച്ചതെന്നോ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ബോധ്യം വന്നു, ഞാനൊരു പാപിയാണ്. ആ പാപബോധം കൊണ്ട് ഞാൻ കരയുവാൻ ആരംഭിച്ചു. എൻ്റെ എല്ലാ പാപങ്ങളും എനിക്കറിയാവുന്നതുപോലെ ഞാൻ ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എണീറ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേഗത്തിൽ പുറത്തിറങ്ങി ആരുടെ മുഖത്ത് നോക്കാതെ ഒരക്ഷരം സംസാരിക്കാതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. വീട്ടിൽ ചെന്ന് പാവിരിച്ച് പുതപ്പെടുത്ത് മൂടി സുഖമായി കിടന്നുറങ്ങി. എൻ്റെ അമ്മയോടോ കൂടപ്പുറപ്പുകളോടോ ഒരക്ഷരം പോലും സംസാരിക്കാൻ ഞാൻ തയ്യാറായില്ല. അതൊരു ഞായറാഴ്ച രാത്രിയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലുള്ള ആരോടും തന്നെ ഒന്നും പറയാൻ നിൽക്കാതെ വേഗത്തിൽ കുളിച്ചു റെഡിയായി ആശ്രമത്തിലേക്ക് നടന്നു. 3 ദിവസത്തെ ആ പ്രാർത്ഥനാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അന്നമ്മ സഹോദരി തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ എന്നെ കണ്ടതും ആശ്രമത്തിലെ ആന്റിമാർ അന്നമ്മ സഹോദരിക്ക് ഇത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന കമലം സഹോദരിയുടെ മകനാണ്, മൂത്തവരാണ്,
കുഞ്ഞുനാളിലൊക്കെ സൺഡേ സ്കൂളിൽ വന്നതാണ്, ഇപ്പോൾ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ആ സഹോദരി അങ്ങനെ അല്പനേരം എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് എന്നോട് വളരെ വ്യക്തമായി നിർമ്മല സുവിശേഷം പറഞ്ഞ് രക്ഷാവാചകം ഏറ്റുപറയിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു. അതിനുശേഷം അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ഭാവി ജീവിതം സംബന്ധിച്ച് പ്രവചനാത്മാവിൽ ചില ആലോചനകൾ നൽകുകയും ചെയ്തു. അങ്ങനെ 1992 ജൂലൈ 13 തിങ്കളാഴ്ചയാണ് ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാം. പിന്നീടുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആദ്യത്തെ നാളുകളിൽ പാസ്റ്റർ ജോയി എം വർഗീസ് അവറുകളാണ് എനിക്കൊരു നല്ല വഴികാട്ടിയായി, എൻ്റെ ഒരു ആത്മീയ പിതാവായി എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദൈവകൃപയാൽ അദ്ദേഹത്തിൻ്റെ കൈകീഴിൽ തന്നെ 1994 ജനുവരി 16 എനിക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനും ഭാഗ്യം ലഭിച്ചു. എന്നാൽ അധികം വൈകാതെ ജോയി എം വർഗീസ് അവറുകളും കുടുംബവും കുറച്ചാളുകളും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി വേറൊരു രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഞാനാകട്ടെ എൻ്റെ അമ്മയും കൂടപ്പുറപ്പുകളും നിൽക്കുന്ന ആശ്രമത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പിന്നീട് ആശ്രമത്തിലെ ഒരു വിശ്വാസിയായിട്ടാണ് ജീവിച്ചത്. അങ്ങനെ ഞാൻ പിന്നീട് ബഥേൽ ആശ്രമത്തിൽ നടന്നിരുന്ന കൂട്ടായ്മയിലെ ഒരു നല്ല വിശ്വാസിയായി മാറുകയും ബഹുമാനപ്പെട്ട ലീലാൻഡിയുടെ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുവരായും കുറെ കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ തന്നെ നടക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകനായും ഒക്കെ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെയിരിക്കെ 1998 ജൂൺ മാസത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു പ്രേരണ നിമിത്തം ഞാനും ആശ്രമത്തിലെ തന്നെ എൻ്റെ കൂട്ടു സഹോദരനായ രവിയും ചേർന്ന് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം ആരാധന കഴിഞ്ഞ് ആശ്രമത്തിൽ നിന്ന് തന്നെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബസ് കയറിപ്പോയി അവിടെ ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് ആശ്രമം വരെയും നടന്നു വരും. വരുന്ന വഴിക്ക് ഇരു സൈഡുമുള്ള വീടുകളിൽ കയറിയിറങ്ങി സുവിശേഷം പറയുകയും ട്രാക്റ്റ് കൊടുക്കുകയും ചെയ്തു വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുവരും ചേർന്ന് ആശ്രമത്തിൽ തന്നെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉറക്കം പിടിക്കുന്ന സമയം വരെയും പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. ആ പ്രാർത്ഥനയിൽ പിന്നെ ബ്രദർ ബാബു, ബ്രദർ നന്ദകുമാർ, സിസ്റ്റർ ലളിത, സിസ്റ്റർ ലക്ഷ്മി എല്ലാവരും കൂടെ സഹകരിച്ചപ്പോൾ അത് നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ കൃപയാൽ ആ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകവേ വീണ്ടും ദൈവം ഞങ്ങളുടെ ഉള്ളത്തിൽ ഒരു പുതിയ ദർശനം തന്നു. എല്ലാ ഞായറാഴ്ചകളിലും ആരാധനയ്ക്ക് ശേഷം പാലക്കാട് തന്നെയുള്ള പല ഹോസ്പിറ്റലുകളിലും സന്ദർശിച്ച് അവിടെ കിടക്കുന്ന രോഗികളോട് സുവിശേഷം പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു ആ ദർശനം. അങ്ങനെ ആ ഒരു പ്രവർത്തനത്തിലേക്കും ദൈവം ഞങ്ങളെ വഴി നടത്തി. ആ പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോയി. നല്ലയിപ്പള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് ഇത്രയും വർഗ പാലക്കാട് ജില്ലാസ്പത്രിയിൽ വന്നു പോകാനുള്ള വണ്ടിക്കൂലി തന്ന് ഞങ്ങളെ സഹായിച്ചത് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന സാറ ടീച്ചർ അവർകളാണ്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ആസ്പത്രിയിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾക്ക് ആശ്രമത്തിൽ നിന്ന് തന്നെ ആൻറ്റിമാർ ഭക്ഷണം പൊതിഞ്ഞു കെട്ടി തന്ന് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ബ്രദർ രവി ചെന്നൈയിലേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ പോയി. രവി പോകുന്നതിന് മുമ്പ് തന്നെ പുതുശ്ശേരിയിലും കഞ്ചിക്കോടും പാലക്കാടും ഒക്കെ ആയിട്ട് പല വീടുകളിൽ ഞങ്ങളൊരു ഹൗസ് ചർച്ച് ആരംഭിച്ച് പ്രാർത്ഥനകൾ നടത്തുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പുതുശ്ശേരി ഭാഗത്തുനിന്ന് ഒത്തിരി സ്നേഹിതന്മാരെ ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. രവി പോയെങ്കിലും ആശുപത്രി പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് നടന്നു. നന്ദകുമാറിനെ കൂടാതെ, ബാബുവിനെ കൂടാതെ, ലളിത സഹോദരിയെ കൂടാതെ, ലക്ഷ്മി ചേച്ചിയെ കൂടാതെ, കമ്പളിച്ചംഗം IPC ചർച്ചിൽ നിന്നും സിസ്റ്റർ ദേവകി, ദേവുവമ്മ, പൊന്നുവമ്മ, വള്ളിയമ്മ എന്നിവരും കൂടെ ഇടയ്ക്കൊക്കെയും നിന്ന് ആ പ്രവർത്തനത്തിൽ ഞങ്ങളോടുകൂടെ സഹകരിപ്പാനിടയായി തീർന്നു. എന്നാൽ ആ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തോട് പിശാച് അതിശക്തമായിട്ട് പോരാടുവാനിടയായി തീർന്നു. ഞാൻ മാനസികമായ ഒരു പിന്മാറ്റത്തിലേക്ക് തള്ളപ്പെട്ടു പോകുവാൻ ഇടയായി. എന്തായാലും ദേശത്ത് ഒരു അപമാന വിഷയം ആകാതെ ദൈവം വീണ്ടും എന്നെ കരുണ കാണിച്ച് തന്നോട്
അടുപ്പിച്ചു. അങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടെ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങും മറ്റ് പരിപാടികൾ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഇരിക്കെ ആദ്യമായിട്ട് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന പേരിൽ ഒരു ലഘുലേഖ എഴുതുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ആ ലഘുലേഖ എവിടെ കൊണ്ടുപോയാണ് പ്രിന്റ് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചു. ഒടുവിൽ തൃശ്ശൂരിലുള്ള എബനേസർ പ്രസ്, ചുറ്റൂർ താമസിക്കുന്ന ജോർജ് പീറ്റർ ഉപദേശിയുടേതാണെന്ന് ചിന്തിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കത് പ്രിന്റ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു. അന്ന് ജോർജ് പീറ്റർ ഉപദേശി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ സജിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എനിക്ക് തിരുത്തി തന്നു. തൃശ്ശൂരിലുള്ള എബനേസർ പ്രസ് ഞങ്ങളുടേതല്ല, എന്നാലും സഹോദരൻ്റെ ആഗ്രഹം ഞാൻ മാനിച്ച് ഞാനത് പ്രിന്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് തികച്ചും സൗജന്യമായിട്ട് അധികമാണ് എനിക്ക് ആദ്യമായിട്ട് ട്രാക്റ്റ് പ്രിന്റ് ചെയ്ത് തന്നത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ട്രാക്റ്റും കരുതിക്കൊണ്ടുപോയി പോകുന്ന വരുന്ന വഴിക്ക് കാണുന്ന ആളുകൾക്കൊക്കെയും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുവാനിടയായി. പിന്നീടും ട്രാക്റ്റുകൾ എനിക്ക് ആവശ്യമായി വന്നപ്പോൾ പല ട്രാക്റ്റുകൾ ഞാൻ എഴുതി. അതെല്ലാം തന്നെ എനിക്ക് തികച്ചും സൗജന്യമായി പ്രിന്റ് ചെയ്ത് തന്ന് സഹായിച്ചത് പാലക്കാട് ടൗണിൽ തന്നെയുള്ള സിൻസിയർ പ്രസ്സിലെ രാജുവേട്ടനായിരുന്നു. ഞാൻ എഴുതിയത് കൂടാതെ തന്നെ മറ്റ് പല ദൈവദാസന്മാർ എഴുതിയ ട്രാക്റ്റുകളും ഞാൻ ചോദിച്ചപ്പോഴൊക്കെയും എന്നെ തന്നു സുവിശേഷ വേലയിൽ വളരെയധികം സഹായിച്ച ഒരു കുടുംബമായിരുന്നു സിൻസിയർ പ്രസ് കുടുംബം. പിന്നീട് ഞങ്ങളുടെ ആസ്പത്രി പ്രവർത്തനം വളരെ അനുഗ്രഹമാകുകയും അതിലൂടെ സിസ്റ്റർ ചന്ദ്രിക, ബ്രദർ ജയകുമാർ തുടങ്ങിയ അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുവാനും ആശ്രമത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന അവസ്ഥകൾ വരെ ദൈവം ഉണ്ടാക്കി നൽകി തന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു ഫിലിം മിനിസ്ട്രി നടത്തുവാൻ ദൈവം സഹായിച്ചു. പാലക്കാട് ജില്ലയിലെ പല ചർച്ചുകളിലും പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഉടുമ്പൽപേട്ട് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള തമിഴ് ചർച്ചുകളിലൊക്കെ തന്നെ എഴുത്തും വായനയും അറിയാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബൈബിൾ ചരിത്രങ്ങൾ അടങ്ങിയ വീഡിയോകളുടെ പ്രദർശനം തികച്ചും സൗജന്യമായി കൊണ്ടുപോയി കാണിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകാൽ ഇന്ന് മീനാക്ഷിപുരം IPC ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ഫിജി ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ സെൻട്രലിലുള്ള പല ചർച്ചുകളിലും ഈ ഫിലിം പ്രദർശനം നടത്തുവാൻ എനിക്ക് അവസരം തന്ന് ഞങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ നല്ലേപ്പള്ളി കമ്പിളിച്ചുങ്കത്ത് നിന്നും ചിറ്റൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ ആ ബസ് ചിറ്റൂർ കച്ചേരിമേടിൽ വെച്ച് മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിക്കുകയും എൻ്റെ തൊണ്ടയ്ക്ക് കാര്യമായി പരുക്ക് പറ്റുകയും എൻ്റെ ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. ചിറ്റൂർ ആസ്പത്രിയിൽ പരിശോധിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞ് പാലക്കാട് കൊണ്ടുവന്നു. പാലക്കാട് പറ്റില്ലെന്ന് പറഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 10-15 ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കിടന്നു. ഒടുവിൽ യാതൊരു പുരോഗതിയും കാണാതെ തന്നെ വീട്ടിലേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്ത് അയച്ചു. അങ്ങനെ വീട്ടിൽ വന്ന ഞാൻ പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും കഴിഞ്ഞുകൊണ്ടിരുന്നു. നല്ലേപ്പള്ളി ആശ്രമത്തിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു പാട്ട് ഞാൻ ഉറക്കെ പാടുവാൻ ആരംഭിച്ചു. അതോടുകൂടെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ശബ്ദം ദൈവം എനിക്ക് തിരികെ തന്ന് എന്നെ സൗഖ്യമാക്കുവാനും ഇടയായി. പിന്നീട് പല പാട്ടുകൾ എഴുതുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. ആ പാട്ടുകളൊക്കെയും എനിക്ക് പാടാനും പഠിപ്പിക്കുവാനും അവസരം തന്ന ചില ദൈവദാസന്മാരുണ്ട്. കൊഴിഞ്ഞമ്പാറ ബ്രദർ ചർച്ചിലെ ഉപദേശിയായിരുന്ന പൗലോസ് അവറുകൾ അദ്ദേഹത്തിൻ്റെ കോട്ടേജ് മീറ്റിങ്ങുകളിൽ പ്രത്യേക പ്രാർത്ഥനകളിലൊക്കെയും എന്നെ ക്ഷണിച്ച് ഞാൻ എഴുതിയ പാട്ടുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും പാടി കേൾപ്പിക്കുവാനൊക്കെയും അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പാലക്കാട് പട്ടണത്തിൽ മാസത്തിൽ ഒരു മുഴുരാത്രി പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിലും അവിടുത്തെ ദൈവദാസന്മാർ ഇടയ്ക്കുള്ള ബ്രേക്ക് സമയത്ത് എൻ്റെ പാട്ടുകൾ പഠിപ്പിക്കുവാനും പാടാനുമുള്ള അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലിയോടൊപ്പം തന്നെ വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരവേ 2001 ഒക്ടോബർ 25 ഞാൻ വിവാഹിതനായി. സ്വപ്ന ജെയിംസ് എന്ന് പറയുന്ന സഹോദരി എൻ്റെ ജീവിത സഖിയായിട്ട് മാറി. അതിൻ്റെ അടുത്ത വർഷം തന്നെ അഭിഷായ് പ്രേമാനന്ദൻ എന്ന ഒരു നല്ല തലമുറയെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തരുവാനും ഇടയായി. അങ്ങനെ സന്തോഷമായിട്ട് പോകവേ 2003 ജൂൺ മാസത്തിൽ എൻ്റെ അപ്പൻ കുടിച്ചു കരൾ രോഗബാധിതനായി വളരെ സീരിയസ് ആയി
പാലക്കാട് ജില്ലാസ്പത്രിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. എന്നെ അപ്പന് ധാരാളം ബ്ലഡ് കയറ്റേണ്ട സാഹചര്യം വന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് എ നെഗറ്റീവ് ആയതുകൊണ്ട് കിട്ടാൻ വളരെ വിഷമമായിരുന്നു. ആദ്യം ഞാൻ മലമ്പുഴ ITIയിൽ പോയി 2 വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ബ്ലഡ് എടുത്തു. പിന്നെയും ബ്ലഡ് വേണ്ടി വന്നു. എവിടെ പോകണം, എന്താ ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു. ഒടുവിൽ വിക്ടോറിയ കോളേജിൽ പോയി അവിടുത്തെ തമിഴ് പ്രൊഫസറെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 2 തമിഴ് വിദ്യാർത്ഥികളെ ബ്ലഡ് തരാൻ വേണ്ടി എന്നോടൊപ്പം അയച്ചു. ആ ദിവസം അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നല്ലേപ്പള്ളി ബദേലാശ്രമത്തിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ പാസ്റ്റർ KT തോമസ് അവர்களാണ് ശുശ്രൂഷിക്കാൻ വന്നത്. രാവിലെയൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ പോയി പങ്കെടുക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിൽ വെച്ച് ദൈവദാസൻ എന്നോടൊരു പ്രവചന ദൂത് പറഞ്ഞു. മകനെ, ദൈവം നാളെ നിന്റെ കയ്യിൽ ചില ആത്മാക്കളെ തരാൻ പോകുന്നു. എനിക്കത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിഞ്ഞില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാം പ്രവർത്തിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സഭ മിനിസ്ട്രി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കുമ്പോൾ പാസ്റ്ററുടെ റൂമിൽ ചെന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ കയ്യിൽ ദൈവം ആത്മാക്കളെ തന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? പാസ്റ്റർ പറഞ്ഞു, മോനെ, ഇത് ഞാൻ കരുതിക്കുട്ടി പറഞ്ഞതല്ല, ദൈവം തന്ന ഒരു ആലോചനയാണ്. ഞാൻ നിന്നോട് പറഞ്ഞ നിനക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. എങ്കിലും ഈ 2ാമത് ബ്ലഡ് തരാൻ വന്ന തമിഴ് കുട്ടികൾ, അതിൽ പ്രധാനിയാണ് ശിവ വെങ്കടേഷ്, 2ാമത്തവൻ അന്തോണി, മറ്റു 2 പേർ അവർക്ക് തുണയ്ക്കായിട്ട് വന്നതാണ്, ഗണേഷും സെൽവരാജും. അവർ ബ്ലഡ് തന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് വയറു നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. വാങ്ങിച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായി അറിയാനോ അഥവാ ഞങ്ങളോടുകൂടെ പ്രാർത്ഥനയ്ക്ക് വരാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ എന്നെ വിളിച്ചു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു വിളിച്ചത്. ബ്രദറെ, ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വരാമോ? ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണണം. അങ്ങനെ ഞാൻ ആ വെള്ളിയാഴ്ച ഹോസ്റ്റലിലേക്ക് യാത്രയായി. സ്കൂളിൽ നേരമണ്ണം പോകാതിരുന്ന് ഞാൻ വിക്ടോറിയ കോളേജിലേക്ക് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് പേടിച്ച് താരേക്കാട് ജംഗ്ഷനിൽ കുറേ നേരം മടിച്ചു നിന്നു. എന്നിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് സുവിശേഷകന്മാരെ അവിടെ വെച്ച് ഫോൺ ചെയ്തു. എൻ്റെ കൂടെയൊന്ന് വിക്ടോറിയ കോളേജിലേക്ക് വരാമോ എന്ന് ചോദിച്ചിട്ടു. എന്നാൽ വിളിച്ച് ആർക്കും അന്ന് വരാനായിട്ട് കഴിഞ്ഞില്ല, ഒഴിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ പുതുശ്ശേരിയിലുള്ള രഘു എന്ന് പറയുന്ന ബ്രദർ ചവിട്ടി വിൽപ്പനയ്ക്കായിട്ട് ആ വഴിയിലൂടെ വരികയായിരുന്നു. അദ്ദേഹത്തിന് എന്നെ അറിയാം, ഞങ്ങൾ തമ്മിൽ സ്നേഹിതന്മാരാണ്. അത് ഓടി വന്നിട്ട്, എന്താ ബ്രദർ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോൾ രഘു പറഞ്ഞു, ഞാൻ വരാലോ, നമുക്ക് 2 പേർക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും വിക്ടോറിയ കോളേജിലേക്ക് ചെന്നപ്പോൾ അപ്പന് ബ്ലഡ് തരാൻ വന്ന 2 കുട്ടികളും മറ്റേ 2 കുട്ടികളും ചേർന്ന് 10-15 പേർ ഞങ്ങൾക്ക് വേണ്ടി റൂമിൽ കാത്തിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അങ്ങനെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് അന്ന് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് നടന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾക്കും ആരാധനയ്ക്ക് വരാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആരാധിക്കുന്ന സ്ഥലത്ത് ആരാധനയ്ക്ക് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവഹിതമാണെങ്കിൽ നമുക്കൊരു സ്ഥലം ദൈവം ഒരുക്കി തരും. അത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള തയാഫിലാസ് അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ ആൻറ്റിമാർക്ക് വന്നു. ആ ഫോൺ കോൾ ഇപ്രകാരമാണ്: ഞങ്ങളുടെ വീട്ടിൻ്റെ ഔട്ട് ഹൗസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി അത് ഉപയോഗിക്കാമെന്ന്. ഉടനെ ലീലാൻഡി എന്നെ വിളിച്ചു ചോദിച്ചു, മോനെ, ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അത് പ്രയോജനപ്പെടുത്താവോ എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഇങ്ങനെ കോളേജിൽ നിന്ന് കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥന ആരംഭിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ അടുത്ത ഞായറാഴ്ച തന്നെ 4 മണി മുതൽ 6 മണി വരെ തയാഫിലാസ് അപ്പച്ചൻ്റെ വീട്ടിലെ ഔട്ട് ഹൗസിൽ ഈ 4 വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തുന്ന പ്രിയപ്പെട്ടവൻ ചേർന്ന് ഒരു ആരാധന ആരംഭിച്ചു. ആദ്യത്തെ നാടുകളിൽ ഈ 4 വിദ്യാർത്ഥികളാണ് വന്നിരുന്നതെങ്കിൽ പതിയെ പതിയെ അത് 19 പേരായിട്ട് മാറി. ആ കുട്ടികൾ പഠിച്ച് ഇവിടെ നിന്ന് പോകാൻ സമയമായപ്പോൾ മറ്റ് പല വ്യക്തികളെ കൂടെ ആ പ്രാർത്ഥനയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ 2004 എത്തിയപ്പോൾ ഈ കുട്ടികളുമായി ഞങ്ങൾ ശക്തമായി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ഭയങ്കരമായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് പിടിപ്പിച്ചു. കൂടെ ഈ 4 വിദ്യാർത്ഥികളും വന്നു. ഉദ്യോഗസ്ഥരനോട് എന്താ അവിടെ ഇത്ര ബഹളം?
കയ്യടിയും ബഹളം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കോളേജ് കുട്ടികളെ വെച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് സാർ. അത് എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരൻ നോക്കി, ഓഹോ, കോളേജ് കുട്ടികളെ നന്നാക്കുന്ന പരിപാടിയാണോ? നടക്കട്ടെ, എന്നാൽ നിങ്ങളുടെ ശബ്ദം കുറയ്ക്കണം, ഞങ്ങൾക്ക് ഇവിടെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരി സാർ എന്ന് പറഞ്ഞ് അത് നന്ദി പറഞ്ഞ് റൂമിലേക്ക് വന്നു. പക്ഷേ എൻ്റെ ഉള്ളത്തിൽ അത് വലിയൊരു പേടിയായിട്ട് മാറി. ഇനി ആരെങ്കിലും അതുപോലെ എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാനോ എടുത്തു കാണിക്കാനോ ഒരു ആധികാരികമായ രേഖയുമില്ല. ഞാൻ അങ്ങനെ ആ വിഷയത്തിൽ ഭാരപ്പെട്ട് ഒരു 40 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ 38-ാം ദിവസം പാസ്റ്റർ KT തോമസ് അവർകൾ എന്നെ അന്വേഷിച്ച് ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വന്നു. അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഗീദെയോന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ്. ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരാലോചനയാണ് അദ്ദേഹം നൽകി തന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, മോനെ, ഞാൻ പല പ്രസ്ഥാനങ്ങളിൽ നിന്നതാ. ഇനി ഉള്ള നാളുകൾ തൃശ്ശൂരിലുള്ള ദാനിയൽ സാറിൻ്റെ പ്രസ്ഥാനത്തോട് ചേർന്ന് ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. മോനും അങ്ങനെ വല്ല താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, നമുക്ക് 2 പേർക്കും പോയി ചേരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദൈവം എനിക്ക് തന്നൊരു ആലോചനയാണ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കി KT തോമസ് പാസ്റ്ററോടൊപ്പം 2004 ഏപ്രിൽ മാസത്തെ ഒരു ആദ്യത്തെ തിങ്കളാഴ്ച സാറിനെ കാണാനായിട്ട് പോയി. സാറ് ഞങ്ങളെ കണ്ടു. എന്നെ സാറിന് നേരത്തെ അറിയാം, കാരണം ഞങ്ങളുടെ വിവാഹം നടത്തിയത് സാറായിരുന്നു. ഞങ്ങളെ 2 പേരെയും പ്രസ്ഥാനത്തോട് ചേർക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത മെയ് മാസം മുതൽ ഞങ്ങളെ 20 ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ശുശ്രൂഷകന്മാരായി അംഗീകരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2004 ഏപ്രിൽ മാസം മുതൽ ഞാനും എൻ്റെ കൂടെയുള്ള 19 ആത്മാക്കളും ചേർന്ന് ഫുൾ ഗോസ്പലിൻ്റെ അംഗീകാരത്തോടുകൂടിയുള്ള സഭാപ്രവർത്തനവും ദൈവമക്കളുമായിട്ട് മാറുവാൻ ഇടവന്നു. പിന്നീട് അങ്ങോട്ട് ദൈവം എന്നെ പല വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് നടത്തുവാനിട വന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ അനാഥരായ 10 പെൺകുട്ടികളെ എടുത്ത് സംരക്ഷിക്കുന്ന ഒരു മെഴ്സി ഹോം നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. പിന്നീട് ഭിക്ഷക്കാരുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾ ചിലർ ചേർന്ന് നടത്തുവാൻ ദൈവം കൃപ നൽകി. അതിനുശേഷം യൂത്ത് ഫോർ ജീസസ് എന്ന പേരിൽ നമ്മുടെ ഈ ജില്ലയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും പിന്നീട് ഒരു ഫാമിലി സെമിനാർ നടത്തുകയും ആ സെമിനാറിലും യൂത്ത് മീറ്റിങ്ങിലും സംബന്ധിച്ച ആളുകളുമായി നിരന്തരമായ ഒരു കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് അത്ഭുത പ്രകാശം എന്ന പേരിൽ ഒരു മാസിക തുടങ്ങുവാനുമൊക്കെയും ഇടയായി. കോളനി പ്രവർത്തനങ്ങൾ, പരസ്യയോഗങ്ങൾ, ചെറിയ കൺവെൻഷനുകൾ, ക്രൂസൈഡുകൾ, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ദൈവം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. ഇപ്പോഴും HIV രോഗികളുടെ ഇടയിലും അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്ത പ്രിയപ്പെട്ടവരുടെ ഇടയിലും വിധവമാരുടെ ഇടയിലുമൊക്കെ ആയിട്ട് പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അത്ഭുതമാറുന്ന പ്രവൃത്തികൾ ധാരാളം കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. രണ്ടായിരത്തി 12 എത്തിയപ്പോൾ വോയിസ് ഓഫ് ഗോസ്പൽ മിനിസ്ട്രിയുടെ കീഴിൽ ബഹുമാനപ്പെട്ട ദാനിയൽ സാറിൻ്റെയും ലില്ലിയാൻ്റെയും ആ പ്രസ്ഥാനത്തിൻ്റെയും സഹായത്താൽ വളരെ മനോഹരമായ ഒരു ആരാധനാലയവും പാസനേജും കൂടെ ദൈവം ഞങ്ങൾക്ക് നൽകി തരുവാൻ ഇടയായി, അല്ലെങ്കിൽ ദൈവം ഞങ്ങളിൽ പ്രസാദിച്ചു. ഇന്ന് ആ ചർച്ചിൽ, ആ പാസനേജിൽ താമസിച്ചുകൊണ്ട് ഞാനും എൻ്റെ സഹധർമ്മിണി സ്വപ്ന ജെയിംസ്, മക്കൾ അഭിഷായ് പ്രേമാനന്ദൻ, പ്രൈസൻ പ്രേമാനന്ദൻ, ആസിഫ് പ്രേമാനന്ദൻ കർത്താവിന് വേണ്ടി ഞങ്ങളാ ലാഭോളം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 25 വർഷവും ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കും ഞങ്ങളുടെ സുഖ ദുഃഖ സമ്മിശ്ര വേളകളിൽ എല്ലാവിധ സഹായങ്ങളും കൈത്താങ്ങലുകളും പ്രോത്സാഹനങ്ങളും തന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ ചേർത്ത് പിടിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക്
ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.